ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? യൂട്യൂബിൽ കണ്ട കാര്യം തന്നെ കേട്ടോ. തള്ളേന്ന് വിളിച്ച് കളിയാക്കി. തള്ളേന്ന് വിളിച്ച് കളിയാക്കി ഒരു കുട്ടീനെ പ്രസവിച്ച പിന്നെ അവൾ തള്ളയില്ലേ. ഇപ്പം എന്നെപ്പോൾ എത്ര ആൾക്കാർ തള്ളേന്ന് വിളിക്കുന്നുണ്ടാവും. ഈ തള്ളക്ക് വെറുതെ ഇരുന്നൂടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, എത്രയിലും ഉണ്ടാവും. എൻ്റെ മക്കൾ തന്നെ പറയും, നിങ്ങൾക്ക് ഈ തള്ളക്ക് എന്തിൻ്റെ കേടാ തള്ളേന്ന് വിൽക്കും. വീഡിയോ ഇടണേന്. അപ്പം അതുപോലെ നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ തള്ളേന്ന് തന്നെ വിളിക്കുക. ആണുങ്ങളെ തന്തേന്നും വിളിക്കും. അതൊക്കെ സാധാരണ പതിവാണ്. അതെന്തൊരു കളിയാക്കലൊന്നും ഇല്ല അതിൽ. പിന്നെ അത് പോരാത്തതിന് നമുക്ക് പേരക്കുട്ടികളായി, നമുക്ക് മരുമക്കളായി, നമുക്ക് നമ്മുടെ മുടിയൊക്കെ നരച്ച് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തള്ളയായി തള്ളയാവും തന്തയാവും. ഇപ്പോൾ ചെറുപ്പക്കാർ ആ തള്ളയായി അല്ലെങ്കിൽ ആ തന്തയായി അങ്ങനെ പറയണേന് ഇപ്പം എന്താ ആലോഗ്യം? അതൊക്കെ പറഞ്ഞോട്ടെ. അത് നമ്മൾ തള്ളയായിട്ടാണല്ലോ നമ്മൾ തള്ളേന്ന് വിളിക്കുന്നത്. നമ്മൾ ചെറിയ കുട്ടികളെ പോയിട്ട് തള്ളേ തന്തേന്ന് വിളിക്കാൻ പറ്റുമോ? അവർ ചെറിയ കുട്ടികളല്ലേ. കുട്ടികളെ കുട്ടീന്ന് തന്നെയല്ലേ നമ്മൾ വിളിക്കുക. എന്താ കുട്ടിയെന്ന് തന്നെയല്ലേ ചോദിക്കുക. അതുപോലെ എന്താണ് തള്ളേന്ന് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ എന്താ തന്തേന്ന് ചോദിക്കുക. അതിപ്പോൾ ഒരു കളിയാക്കലായിട്ടൊന്നും കാണണ്ട അതിനല്ലേ. തള്ളാരായ പിന്നെ തള്ളാരെന്ന് വിളിക്കില്ല. പിന്നെ എത്ര ആൾ തള്ളേന്ന് വിളിച്ചിട്ടുണ്ടാവും. വിളിക്കാണ്ട് തന്നെ ചിലവരെ മനസ്സിലിരിക്കുന്നുണ്ടാവും. ഈ തള്ളക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. ഇതിനിപ്പോൾ നമ്മൾ കളിയാക്കുക അങ്ങനെയൊന്നും അതിനെ കാണണ്ട. പിന്നെ വെച്ചെങ്കിൽ 60 വയസ്സായാലും ചെറുപ്പക്കാരെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണത്. അതിപ്പോൾ നമ്മുടെ മനസ്സിന് 60 വയസ്സായിട്ടില്ലെങ്കിലും ആയിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ തോന്നണില്ല എന്ന് വിചാരിച്ചിട്ട്, നമുക്ക് 60 വയസ്സായെന്നൊന്നും നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നണില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശരീരം 60 വയസ്സിൻ്റെ ആളായിട്ടുണ്ടാവും. 60 വയസ്സിൽ ഒരാളുടെ ശരീരം എങ്ങനെയെന്ന് വിചാരിച്ചാൽ അതേപോലൊക്കെ ആയിട്ടുണ്ടാവും. തൊലിയൊക്കെ ചുക്കുചുള്ളി ഉണ്ടാവും. ഈ കണ്ണിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ കറുത്ത കളർ വന്നിട്ടുണ്ടാവും. മുഖത്തൊക്കെ കുത്തുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ കണ്ടില്ലേ ഒരു ഇതൊക്കെ എൻ്റെ മുഖത്ത് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നതാണ്. എനിക്കപ്പോൾ അതിനുള്ള ഏജ് ആയപ്പോൾ അതൊക്കെ വന്നതിൻ്റെ എൻ്റെ 16-17 വയസ്സിലൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കണ്ടില്ലേ ഒരു അരിമ്പാറ പോലെ. അതൊന്നും എൻ്റെ 16-17 വയസ്സിലൊന്നും എനിക്കതുണ്ടായിരുന്നില്ല. നല്ല സുന്ദരി തന്നെയായിരുന്നു ഞാൻ. ഈ മൂക്കിൻ്റെ ഇവിടെ ഒരു കളർ ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് അതിനുള്ള ഏജായപ്പോൾ അതൊക്കെ വന്ന്. പിന്നെ ഈ അരിമ്പാറിൻ്റെ ഈ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നിറച്ചിൻ്റെ മുഖത്ത്. ആൾക്കാർ പറയുന്നത് എൻ്റെ മുഖത്തൊക്കെ നോക്കാൻ വയ്യല്ലോ, ഇതൊന്നും നല്ലോണം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്കത്ര ഏജായില്ലേ. അപ്പോൾ അതൊക്കെ ഓരോ പ്രായം വരുമ്പോൾ നമ്മൾ ശരീരത്തിന് നമ്മുടെ തൊലിയുടെ പുറമെ പല മാറ്റങ്ങളും ഉണ്ടാവും. നമ്മളെ തള്ളായ പിന്നെ തള്ളാരെ പോലെ തന്നെയല്ലേ നടക്കേണ്ടത്. ഒരേ പ്രായത്തിൽ അതിൻ്റെ രീതിയിൽ തന്നെയല്ലേ നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ കഴിച്ചാക്കിയിട്ട് പോയതാട്ടോ. കണ്ണിൻ്റെ ഇവിടെ അത് കണ്ണായതുകൊണ്ട് കണ്ണിൻ്റെതായാലും ഇനി കണ്ണിന് എന്തെങ്കിലും പ്രശ്നമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടത് അവിടെ മരുന്ന് ഞാൻ തേച്ചില്ല. അതുകൊണ്ട് ഈ കണ്ണിൻ്റെ അടുത്ത് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ അതേപോലെ എൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കണ്ണിൻ്റെ തടത്തിൻ്റെതായി കറുപ്പ് കളറ് അതൊന്നും നമുക്കിനി അത് പോകില്ല. അതൊക്കെ തള്ളാരായതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാവുന്നത്. നമ്മളെ പല്ലിനൊക്കെ വ്യത്യാസം വന്ന്, കളർ വ്യത്യാസം വന്ന്, അതിൻ്റെ പല്ലിൻ്റെ എണ്ണം കുറഞ്ഞ്. ആരെയൊന്നും അടി കിട്ടിയിട്ട് എണ്ണം കുറഞ്ഞൊന്നല്ല. നമുക്ക് ഏജ് ആകുമ്പോൾ അതൊക്കെ എണ്ണം കുറയും. എല്ലാ എണ്ണത്തിലും കുറയും, വണ്ണത്തിലും കുറയും. അതിനൊന്നും നമ്മൾ മറ്റുള്ളവർ പറയുന്നുണ്ട്, ചെറുപ്പക്കാർ നമ്മളതിനെ തള്ളേന്ന് വിളിക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തള്ളായിന്ന് നമ്മളാണ്ട് വിചാരിക്കണം. അതിന് തള്ളേന്ന് വിളിച്ച് കളിയാക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആരാളാണാവോ, ഞാൻ ആളെ പേരൊന്നും നോക്കൂല. ചിലപ്പോൾ ആ തപ്നയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ഞാനത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും ചില വീഡിയോസുകൾ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും കണ്ടില്ല. ഒന്ന് തപ്നയിലാണ് കണ്ടത്, തള്ളേന്ന് വിളിച്ച് കളിയാക്കി.
തള്ളാരേനെ പിന്നെ തള്ളേന്നല്ലേ വിളിക്കുക, തന്താരേനെ പിന്നെ തന്തേന്നല്ലേ വിളിക്കുക. നമ്മുടെ ടീച്ചർമാരെ നമ്മൾ ടീച്ചറേ തന്നെ വിളിക്കുക. അങ്ങനെ ടീച്ചറെ മാഷന്മാരാണെങ്കിൽ മാഷ്, പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ അവരെന്നെ മാഷ് തന്നെ. അവർ മരിച്ചാലും ആ മാഷ് മരിച്ചെന്ന്, അല്ലെങ്കിൽ ആ ടീച്ചർ മരിച്ച്, അങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുക. പിന്നെ ഇപ്പോൾ അങ്ങനെ ജോലി പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഇപ്പം എന്നെ പോലുള്ള ആൾക്കാരൊക്കെ മരിച്ച, ആ തള്ള മരിച്ച്, കുട്ടികൾ പറയാം അവരോടത്തെ തള്ളല്ലേ അത് മരിച്ച്, അവൻ്റെ പേരക്കുട്ടികളെ പേര് പറഞ്ഞിട്ടാവും ആ കുട്ടികൾ പറയുക, ആ ഇന്ന ആളുടെ ഉമ്മമ്മല്ലേ ആ തള്ള മരിച്ച് എന്നാ പറയുക. പിന്നെ അതിനെന്തിനാ നമ്മൾ പൊട്ടി പൊരിയണ്ട, നമ്മളെ ഓരോരോ ഏജ് വരുമ്പോൾ അതേപോലെ നമ്മളതിന് പറയും. അപ്പം അങ്ങനെയാണ്, അതാണ് ഇന്നത്തെ വിശേഷം, ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഓക്കെ.